നമുക്ക് വളരെ പ്രിയപ്പെട്ട മലയാളികൾ എന്ന് സ്നേഹത്തോടു കൂടി ഓർക്കുന്ന ഒരു എഴുത്തുകാരുടെ പിറന്നാൾ ദിനം കൂടിയാണ് കേട്ടോ ഇന്ന്. നീർമാതള പൂക്കളുടെ സുഗന്ധങ്ങളും ഉള്ള കഥകളും കവിതകളും നമുക്ക് തന്ന മാധവിക്കുട്ടിയായും കമലാ സുരയ്യയുമായും ഒക്കെ നമ്മളെ അമ്പരപ്പിച്ച മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ആമിയുടെ പിറന്നാൾ ദിവസമാണിന്ന്. ഇന്നും സ്നേഹത്തെക്കുറിച്ച് അതല്ലെങ്കിൽ പ്രണയത്തെക്കുറിച്ച് ഒരു കുറിപ്പെഴുതാൻ നമ്മളൊക്കെ തുടങ്ങുമ്പോൾ മാധവിക്കുട്ടിയുടെ 2 വരികൾ കടമെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലല്ലേ? അവരുടെ കഥകളിൽ കഥാപാത്രങ്ങളിൽ സ്ഥിരമായ ഒരു നോവുണ്ടായിരുന്നു. ആത്മകഥയായ എൻ്റെ കഥയിൽ മാധവിക്കുട്ടി പറയുന്നുണ്ട്, നമ്മൾ സ്നേഹിക്കുന്നവർക്ക് നമ്മെ മുറിവേൽപ്പിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം അവർക്ക് മാത്രമാണല്ലോ നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽ നമ്മൾ തുറന്നു കൊടുത്തിട്ടുള്ളത് എന്ന്. ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ ഒരേ കൈത്തഴക്കത്തോടെ എഴുതിക്കൊണ്ടുകൊണ്ട് ലോകം അവർക്ക് മുന്നിൽ ഉണ്ടാക്കിയ വായനക്കാർ ഒട്ടും ചെറുതല്ല. എഴുത്തും ജീവിതവും ഇത്രയേറെ ആഘോഷിക്കപ്പെട്ട മറ്റൊരു എഴുത്തുകാരി നമുക്കുണ്ടോ എന്ന കാര്യവും സംശയമാണ്. മലയാളി സ്ത്രീകളെ സ്വന്തം ശരീരത്തെ സ്നേഹിക്കാൻ പഠിപ്പിച്ചത് കമലാ സുരയ്യയാണെന്ന് വേണമെങ്കിൽ പറയാം. വായനക്കാർക്ക് ഹൃദയം തുറന്നു കൊടുക്കാൻ കാണിക്കുന്ന ആ ധൈര്യമായിരുന്നു മാധവിക്കുട്ടിയുടെ എക്കാലത്തെയും കരുത്ത്. മുറിവേൽക്കുമെന്നറിഞ്ഞിട്ടും സ്നേഹിക്കുക എന്നതായിരുന്നു അവരുടെ രീതി. ഒരു തരത്തിലുള്ള ഭീഷണികളെയും ഭയക്കാതെ സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാനും ജീവിച്ചു കാണിച്ചു കൊടുക്കാനും കഴിഞ്ഞു എന്നത് മാധവിക്കുട്ടിയെ വേറിട്ടു നിർത്തി. ഞാനൊരു ശരാശരി പെണ്ണാണ്, ഒരു ശരാശരി മനുഷ്യജീവിയും. എൻ്റെ ജീവിതത്തിൽ വന്നു ചേർന്ന അബദ്ധങ്ങൾ തിരുത്തുവാൻ കഴിവില്ലാത്തവളാണ് ഞാൻ. ഇങ്ങനെയായിരുന്നു മാധവിക്കുട്ടിയുടെ സമൂഹത്തോടുള്ള തുറന്നു പറച്ചിൽ. കേരളീയ സമൂഹത്തിൽ ആരായിരുന്നു മാധവിക്കുട്ടി എന്ന ചോദ്യത്തിന് ഒരൊറ്റ വാക്കിലെ ഉത്തരം അതിപ്പോഴും സാധ്യമേയല്ല. സ്ത്രീ മനസ്സിൽ സങ്കീർണതകളിലേക്കും നിസ്സഹായതകളിലേക്കുമൊക്കെ അതിതീവ്രമായി ഇറങ്ങിച്ചെന്ന പ്രണയത്തെയും ജീവിതത്തെയും അത്രമേൽ സത്യസന്ധമായി അടയാളപ്പെടുത്തിയ എഴുത്തുകാരിയാണ്. ലോകം പുറമേ എത്ര ഇരുണ്ടതാണെങ്കിലും ഉള്ളിൽ സ്നേഹത്തിൻ്റെ ഒരു തിരി തെളിച്ചു വയ്ക്കാൻ അവർ കവിതകളിലൂടെ നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. മാധവിക്കുട്ടി നമ്മളെ വിട്ടുപിരിഞ്ഞു. ഇത്രയേറെ വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടും മാധവിക്കുട്ടി അല്ലെങ്കിൽ കമലാ സുരയ്യ വീണ്ടും വീണ്ടും വായിക്കപ്പെടുകയാണ്.